നമ്മൾ ഈ കോവിഡ് കാലത്ത് ഏറ്റവും അടുത്തിടെ കേട്ടു തുടങ്ങിയ ഒരു വാക്കാണ് ബ്ലാക്ക് ഫംഗസ്. എന്താണ് ഈ ബ്ലാക്ക് ഫംഗസ്? അതെന്തായിരുന്നു, അതെന്താണ്, അതെങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുക, എന്തുകൊണ്ടാണ് ഈ കോവിഡ് കാലത്ത് ഈ പേരിന് ഇത്ര പ്രചാരം വരാൻ കാരണം? അത് നമുക്കിന്നൊന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ബ്ലാക്ക് ഫംഗസ് എന്നുള്ള അതിൻ്റെ ശരിയായിട്ടുള്ള സയൻറ്റിഫിക് പേര് മ്യൂക്കോർമൈക്കോസിസ് എന്നാണ്. ഈ മ്യൂക്കോർമൈക്കോസിസ് പുതിയതായിട്ട് വന്ന കോവിഡ് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു ഫംഗസ് അല്ല. അത് കാലങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഫംഗസാണ്. പലപ്പോഴും പല രോഗികൾക്കും ഇത് പിടിപെട്ടിട്ടുണ്ട്, അതിനെ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അനുഭവ സമ്പത്ത് നമുക്കുണ്ട്. സാധാരണ മ്യൂക്കോർമൈക്കോസിസ് വരിക നമ്മുടെ ഫംഗസ് ഇൻഫെക്ഷൻ പലപ്പോഴും സൈനസുകൾ, തൊണ്ടയിൽ, ശ്വാസകോശങ്ങളിൽ, ഇതിലൊക്കെ ഈ ഫംഗസ് അണുബാധ ഉണ്ടാവാം. ഫംഗസ് ഇൻഫെക്ഷനുകളിൽ ഏറ്റവും ഒരു സങ്കീർണമായിട്ടുള്ള കാര്യമാണ് ഈ ബ്ലാക്ക് ഫംഗസ്. കാരണം അതിനെ ചികിത്സിച്ച് മാറ്റുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ അത് എന്തുകൊണ്ടാണ് അധികം നമ്മൾ അറിയാതിരുന്നത് അതിനെക്കുറിച്ച്? കാരണം ഈ ഫംഗസ് എല്ലാവരിലും വരുന്നുണ്ടായിരുന്നില്ല. സാധാരണ ഈ കോവിഡിന് മുമ്പ് വന്നുകൊണ്ടിരുന്നത് നമ്മളുടെ കോമോർബിഡിറ്റീസ് എന്ന് പറയുന്ന പോലെ പല വേറെ അസുഖങ്ങളുള്ളവർക്കാണ് ഈ ഫംഗസ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഇമ്മ്യൂണിറ്റി ശരീരത്തിൽ കുറവാണെങ്കിൽ, അതുകൂടാതെ ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർ, ഇവർക്കാണ് ഈ മ്യൂക്കോർമൈക്കോസിസ് മുമ്പ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മ്യൂക്കോർമൈക്കോസിസിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനെ ചികിത്സിക്കാനുള്ള വിഷമങ്ങളാണ്. കാരണം ഒരു ശക്തി കൂടിയ ഫംഗസ്, അതുകൂടാതെ ചികിത്സിച്ച് മാറ്റുവാൻ വിഷമമായിട്ടുള്ള ഫംഗസാണ്. അതുകൂടാതെ നമ്മൾ ആലോചിക്കണം, ഈ ഫംഗസ് വരുന്ന രോഗി അതിനു മുമ്പ് തന്നെ ഒരു ആരോഗ്യസ്ഥിതിയിൽ മോശമായിട്ടുള്ള സ്ഥിതിയിലാണ്. രോഗപ്രതിരോധ ശക്തി കുറവാണ്. അതേപോലെ തന്നെ ഈ ഇൻഫെക്ഷനുകൾ കൂടുതലാകാൻ പറ്റിയ ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങളുള്ളവരാണ്. രക്തത്തിൻ്റെ ചംക്രമണമൊക്കെ ആ ടിഷ്യൂസിൽ കുറവുള്ള ആൾക്കാരാണ്. അങ്ങനെ വരുമ്പോഴാണ് മ്യൂക്കോർമൈക്കോസിന് ഈ ചീത്തപ്പേരുണ്ട്, മുമ്പേ ഒരു നല്ല അസുഖമല്ലാതെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ അറിയാൻ തുടങ്ങിയത് കോവിഡ് കാലത്ത് ഈ മ്യൂക്കോർമൈക്കോസിസ് വളരെ കൂടുതലായിട്ട് കാണുന്നു. അതൊരു വസ്തുതയാണ്. അത് ഇന്ത്യയിൽ തന്നെ, ലോകത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ, ഞങ്ങൾ കൂടുതലും പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഈ ഫംഗസ് രോഗം വന്നിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അത് കഴിഞ്ഞ ഫസ്റ്റ് വേവിൽ തന്നെ കണ്ടുപിടിച്ചതാണ്. സെക്കൻഡ് വേവ് ആയപ്പോഴത്തേക്കും രോഗികളുടെ എണ്ണം കൂടിയതുകൊണ്ട് ഈ ഫംഗസിൻ്റെ സംഖ്യയും ക്രമാതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ കോമോബിഡിറ്റീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂക്കോർമൈക്കോസിനുള്ള കോമോബിഡിറ്റി കോവിഡ് അണുബാധയാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരവസ്ഥയാണ് കോവിഡ് സമയത്ത്. അതുകൂടാതെ അവർക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക കാരണമാവാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കോവിഡിനായിട്ടുള്ള ചികിത്സയിൽ സ്റ്റിറോയിഡിന് വളരെ ധാരാളം ഒരു ഉപയോഗമുണ്ട്. ഈ സ്റ്റിറോയിഡുകൾ എപ്പോഴും ഫംഗസ് ഗ്രോത്തിനെയൊക്കെ നമുക്ക് ഉത്സാഹിപ്പിക്കുന്ന ഒരു മരുന്നുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് കോവിഡ് സമയത്ത് മ്യൂക്കോർമൈക്കോസിന് കൂടുതലായിട്ട് കാണുവാനുള്ള കാരണങ്ങൾ. അതുകൂടാതെ ഏത് ഭാഗത്താണ് മ്യൂക്കോർമൈക്കോസിസ് സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത്? ഒന്ന്, മൂക്കിലെ സൈനസുകളിനകത്തുനിന്ന് വളരുന്ന മ്യൂക്കോർമൈക്കോസിസ്. അതാണ് ഏറ്റവും സാധാരണമായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതുകൂടാതെ പല്ലുകളുടെ ഇൻഫെക്ഷൻ അങ്ങനെയുള്ളത് കൂടി മുകളിലത്തെ താടിയല് ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മ്യൂക്കോർമൈക്കോസിസ്. ഇത് രണ്ടും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കോവിഡ് കാലത്തുള്ള ഈ ചികിത്സകൾ, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ കുറവ്, അതുകൂടാതെ കോമോബിഡിറ്റീസ്, ഡയബറ്റിസ്, ഇല്ലെങ്കിൽ സ്റ്റിറോയിഡിൻ്റെ യൂസ്, അതുകൂടാതെ പലപ്പോഴും നമ്മുടെ ചികിത്സ, ഒരു സൈനസൈറ്റിസിൻ്റെ ചികിത്സ വൈകി എന്ന് വരാം. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് പല അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ നമുക്ക്
ചികിത്സ തേടുവാൻ സാധിക്കില്ല. കാരണം ആശുപത്രികളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, ഡോക്ടർമാർ പ്രവർത്തിക്കുന്നില്ല, എല്ലാവരും കോവിഡ് പ്രവർത്തനത്തിൽ വ്യാപൃതരാണ്. അപ്പോൾ മറ്റുള്ള അസുഖങ്ങൾക്ക് ചികിത്സ കിട്ടുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ ഉപേക്ഷ വിചാരിച്ചിട്ട് ഒരു സൈനസൈറ്റിസ് ഇല്ലെങ്കിൽ ആ രീതിയിലുള്ളത് വെച്ചിട്ട് പലപ്പോഴും ഈ ഫംഗസിൻ്റെ വളർച്ച കൂടിക്കഴിഞ്ഞ് സിംറ്റംസ് വല്ലാതെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ചികിത്സയ്ക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മ്യൂക്കോർമൈക്കോസിസ് ഈ സമയത്ത് കൂടുവാനൊരു കാരണമാണ്. ഇതിലെന്താണ് ലക്ഷണങ്ങൾ? സാധാരണ നമ്മുടെ തലയുടെ ഭാഗത്തുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ, കാരണം ഞാൻ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സൈനസിനകത്തുള്ള മ്യൂക്കോർമൈക്കോസിസ് അത് ഈ ഭാഗത്തുള്ള സൈനസുകളിലൊക്കെ വന്നിട്ട് അവിടെയൊക്കെ ചുവപ്പായിട്ടും മൂക്കിൽ നിന്ന് വരുന്ന സ്രവത്തിന് മഞ്ഞ നിറവും, അതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് അള്ളിപ്പിടിച്ച് കയറാം ശരീരത്തിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിലേക്ക്. നമ്മുടെ സൈനസിൻ്റെ ഏറ്റവും അടുത്തുള്ള ഭാഗം കണ്ണുകളാണ്. അങ്ങനെ എത്രയോ പേർക്ക് കണ്ണ് എടുത്തു കളയേണ്ടി വരുന്ന അവസ്ഥ തന്നെ മ്യൂക്കോർമൈക്കോസിൽ ഉണ്ടാവാം. അതുകൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല്ലിൻ്റെ ഇൻഫെക്ഷൻ വന്നിട്ട് മോണയിലേക്ക് കയറി മോണയിലെ എല്ലിലേക്ക് ദ്രവിച്ച് സൈനസിലേക്ക് പടർന്നും ഈ മ്യൂക്കോർമൈക്കോസിസ് ഉണ്ടാവാം. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ മ്യൂക്കോർമൈക്കോസിനെ എന്തുകൊണ്ടാണ് നമ്മളൊരു ഡെഡ്ലി മൈക്കോസ് ഇതാണെന്ന് പറയുക. കാരണം ഇത് ചികിത്സിച്ചില്ലെങ്കിൽ അത് മുകളിലോട്ട് പോയി ബ്രെയിനിലേക്കും പോയി നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവാം. ഒന്ന്, ആ പ്രാരംഭദശയിൽ തന്നെ ആണെങ്കിൽ നമുക്ക് ആ അസുഖത്തിനെ മാറ്റി ആ അസുഖം വന്നിട്ടുള്ള ഭാഗങ്ങൾ എടുത്ത് കളയുക, അതായത് ക്ലീൻ ആക്കുക. അതിന് മെഡിക്കൽ ഇതിൽ പറഞ്ഞാൽ ഡിബ്രൈഡ്മെൻറ്റ് എന്ന് പറയും. മൂക്കിലെ സൈനസിലാണെങ്കിൽ നമ്മളൊരു എൻഡോസ്കോപ്പിക് ആയിട്ട് നമ്മുടെ താക്കോൽ സുഷിര പോലത്തെ എൻഡോസ്കോപ്പിക് സർജറി വഴി അവിടെ ആ ഭാഗങ്ങൾ മുഴുവൻ ക്ലീൻ ചെയ്യുക. പല്ലിൻ്റെ അവിടെയാണെങ്കിൽ അത് ഒരു നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിട്ടുള്ള എല്ലാത്തിനെയും എടുത്തു മാറ്റുക. എന്നിട്ട് നല്ല രീതിയിൽ ഒരു ആൻറ്റി ഫംഗൽ ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ കിട്ടാനുണ്ട്. ആ ആൻറ്റിബയോട്ടിക്സ് കുറച്ച് നാളത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൂടാതെ വീണ്ടും ചിലപ്പോൾ ഈ രോഗികളിൽ ഏതെങ്കിലും ഭാഗത്ത് ഈ മ്യൂക്കോർമൈക്കോസിനെ ഒറ്റ ശസ്ത്രക്രിയയിൽ തന്നെ എടുത്തു മാറ്റാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വീണ്ടും നമ്മൾ ആ ഭാഗങ്ങൾ ദ്രവിച്ചു വരികയാണെങ്കിൽ അത് എടുത്തു മാറ്റണം. റിപ്പീറ്റഡ് ഡിബ്രൈഡ്മെൻറ്റ് എന്നാണ് അതിന് പറയുക. റിപ്പീറ്റഡ് ഡിബ്രൈഡ്മെൻറ്റ്, അതുകൂടാതെ ശക്തി കൂടിയ ആൻറ്റി ഫംഗൽ മരുന്നുകൾ, ഇവയൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മ്യൂക്കോർമൈക്കോസിൽ ഇല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ് നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫീച്ചർ വരുമ്പോൾ തീർച്ചയായിട്ടും വിദഗ്ധമായിട്ടുള്ള ചികിത്സ കിട്ടുന്ന ഡോക്ടർമാരെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൂടാതെ റീകൺസ്ട്രക്ഷൻ ഭാഗത്ത് പറഞ്ഞാൽ ഈ മ്യൂക്കോർമൈക്കോസിസിൻ്റെ അവസാനമായിട്ട് നമ്മൾ എല്ലാം എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ അണ്ണാക്കിൽ വലിയൊരു ദ്വാരം ഇല്ലെങ്കിൽ മുഖത്തെ തൊലികൾ പോയിട്ട് അവിടെ ഒരു വലിയ ദ്വാരം അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും അത് ഈ ശസ്ത്രക്രിയയുടെ ഒരുമിച്ച് ചെയ്യില്ല. എപ്പോഴും ഒരു മിനിമം 6 മാസം ഇല്ലെങ്കിൽ 9 മാസമെങ്കിലും അസുഖമില്ല, ഈ ഫംഗസ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നല്ല ഒരു റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ കൂടെ പഴയ രീതിയിൽ തന്നെയുള്ള ആ പ്രകൃതവും അതുകൂടാതെ നമ്മുടെ ആഹാര രീതിയും സംസാര രീതിയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുവാനും സാധിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പേടിക്കുകയല്ല, പക്ഷേ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ള ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവാവസ്ഥ നമ്മൾ മനസ്സിലാക്കി ആ ചികിത്സയോട് പൂർണ്ണമായിട്ടും നമ്മളോ നമ്മളുടെ വീട്ടുകാരാണെങ്കിലും അവർക്കൊക്കെ സഹകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് ഇതിന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.